ശ്രീജിത്ത് പണിക്കർ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു ഡിബേറ്റിൽ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് അല്ലെങ്കിൽ തലമറക്കൽ, തലയിൽ തട്ടം ഇടൽ അവരുടെ മതപരമായ നിർബന്ധിത ബാധ്യതയല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് വാക്കാണ്. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം കോടതി ഏതോ പണ്ഡിതന്മാരോട് ചോദിച്ചു പോലും. അവരിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ കിട്ടിയത്. എങ്കിൽ ആ പണ്ഡിതന്മാർ ഇസ്ലാമിന് പുറത്താണ്. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണത്. ഖുർആനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ വേറെ സ്ഥാനമില്ല. ഇനി ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർ കേരളത്തിൽ സമീപിക്കേണ്ടത് സമസ്ത എന്ന സംഘടനയിലെ ഉസ്താദുമാരെയാണ്. എങ്കിലേ വ്യക്തമായ രീതിയിലുള്ള ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ശരിക്കും പറഞ്ഞു തരാൻ അവർക്കേ കഴിയൂ. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. എക്സ് മുസ്ലിം സംഘടന വരെയുണ്ട്. അവർ വരെ ഇസ്ലാമിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ അവരുടേതായ രീതിയിൽ അവർ വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പോൾ മുജാഹിദുകളായാലും അങ്ങനെ തന്നെ, ജമാഅത്തെ ഇസ്ലാമി, ഒരുപാട് സംഘടനകളുണ്ട്. എല്ലാവരും ആരും ഖുർആനെ അല്ലെങ്കിൽ ഹദീസിനെ വ്യക്തമായി മനസ്സിലാക്കി പറയുന്നതല്ല. അവരുടെ കാര്യത്തിന് വേണ്ടി അവർ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സമസ്തയിലെ പണ്ഡിതന്മാരെ സമീപിക്കുകയാണ് വേണ്ടത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് മുസ്ലിം സ്ത്രീകളോട് തലമറക്കാൻ, അവരുടെ മാറിടം വരെ താഴ്ത്തിയിടാനൊക്കെ. അത് ഖുർആൻ്റെ നിർദ്ദേശമാണ്, ശാസനയാണ്. അത് മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? അപ്പോൾ ശ്രീജിത്ത് പണിക്കർ തന്നെ പറഞ്ഞു 5 കാര്യം. അതിൽ അള്ളാഹുള്ള വിശ്വാസം മനസ്സിൻ്റേതാണ്. മറ്റ് 4 കാര്യങ്ങളും സ്ത്രീ ചെയ്യണമെങ്കിൽ അപ്പോഴും അവർക്ക് തലയിൽ തട്ടം വേണം. തലയിൽ തട്ടമിടാതെ നമസ്കരിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചില പ്രത്യേക സമയങ്ങളിലാണ്. നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർബന്ധമാകുന്നത്. നോമ്പ് റംസാനിലാണ് നിർബന്ധമാകുന്നത്. നേരെ മറിച്ച് സ്ത്രീക്ക് ഹിജാബ് ധരിക്കുക, തലമറക്കുക എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുക, അത് മതപരമായ നിർബന്ധ ബാധ്യത തന്നെയാണ്.